ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അൽ ഖോബാറിലുള്ള ഒരു പാർക്കിലാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കാനും അതുപോലെ ആളുകളിങ്ങനെ നടക്കാനും വെറുതെ ഇരുന്ന് സമയം ചിലവഴിക്കാനും പറഞ്ഞിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ എത്തുന്ന ഒരു പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹരമായ പാർക്കാണ്. ഈ പാർക്കിൽ പലതരത്തിലുള്ള റൈഡുകൾ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡുകൾ, ഊഞ്ഞാലുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പാർക്കാണ്. ഒരുപാട് ഈന്തപ്പനകൾ ഒക്കെ നനച്ചുകൊണ്ട് ഇവിടെ വളർത്തുന്നത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഈന്തപ്പനകൾ നമുക്ക് നിങ്ങളിതിൽ പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈന്തപ്പനകൾ കാണാം. പിന്നെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നനച്ച് വളർത്തി പരിപാലിക്കുന്നുണ്ട്. അൽ ഖോബാർ മുനിസിപ്പാലിറ്റി ഇതിനു വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നു. പാർക്ക് ഉണ്ടല്ലേ, കുട്ടികൾക്ക് കളിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു പാർക്കാണിത്. അൽ ഖോബാറിലെ തമാം ഖോബാർ ഹൈവേയിലാണ് ഈ പാർക്കുള്ളത്. ഓക്കെ, നമ്മളിപ്പം ഞങ്ങൾക്ക് അവിടെ കളിക്കണപ്പാ. ഊഞ്ഞാലുകളുണ്ട്. ഞാൻ ആട്ടിയറിനോ? സഭയമ്മ കയറിയാ നോട്ടെ, റൈമ കയറിയാ, തൂങ്ങിയാ. കളിക്കാൻ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
ഏ കിടക്ക് എന്നാ എന്താ അറിയില്ല എന്നാ കളിച്ചോ എനിക്കറിയില്ല. കുറെ കുട്ടികളെ ഊഞ്ഞാലാടുന്ന് കാണാൻ പറ്റും. അറബിക് ഫാമിലികളാണുള്ളത്. സഭ അതിന്റെ മുകളിൽ കയറി കീഞ്ഞു നോക്കിയാ മോളെ റഫ അതിന്റെ മുകളിൽ കീഞ്ഞു നോക്കിയാ ഇതില് ആ ഒന്നുകൂടി പോയി കീഞ്ഞോട്ടെ. ആ ഓ നമ്മള് വെളിച്ചോളത്ത് പോവാ. ഇവിടെ മനോഹരമായ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ. ഇവിടെ ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ. നടന്നോ മരം കൊണ്ടുള്ള ഒരിതാണ് ഉണ്ടാക്കിയത്. മോൾ ഭാഗം മരം കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. നടക്കാം. ആ ഉണ്ടാവും. അതുപോലൊക്കെ കാണും. ആളുകൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. എക്സസൈസാണ്, വാക്കിംഗ് എക്സസൈസ്. അവിടെ വീഴത്തിട്ടോ വീഴത്തിട്ടോ അവിടെ വീണു.
വാ വാ കയ്യിലൊക്കെ ചളിയാ. വാ നടന്നോ. ഏ ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. നമ്മൾ അതിന്റെ മുകളിൽ പോയി നോക്കില്ലേ, വലിയ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കളിക്കണ. ആ പോയി നോക്കാം. അതിന്റെ മുകളിൽ വീഴരുത് കേട്ടോ. ആ തല മുട്ടരുതിട്ടോ. നല്ല മനോഹരമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളി സ്ട്രക്ചറാണ്. കുറേ ആൾക്കാർ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ സൊറ പറയുന്നുണ്ട്. ഇങ്ങനെ ഫാമിലികളൊക്കെ വെറുതെ ഇരുന്നിട്ട് സൊറ പറയുന്നുണ്ട്. കുട്ടികൾ ഊഞ്ഞാലാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ഉള്ള നല്ലൊരു പാർക്കാണിത്. കുറേ ആളുകൾ ടൈം പാസ് ചെയ്യുന്നുണ്ട്. കുറേ ഫാമിലികൾ ഇരുന്ന് വെറുതെ സൊറ പറയുന്നുണ്ട്. ആ റഫ മോള് കയറി. വീഴരുതിട്ടോ, ശ്രദ്ധിക്കണേ. മൂട് ബാക്കിണ്ടാവില്ല റഫ അങ്ങനെ കഴിഞ്ഞാല്. ഒരുപാട് ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പാർക്കിനകത്ത്. ഉണ്ടല്ലേ, മുന്നിലൊക്കെ ഈന്തപ്പനകളാണ്. ഈന്തപ്പന നനക്കാനുള്ള പൈപ്പുകളാണ് കാണുന്നത്. ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ പൂക്കൾ. ഇപ്പം ചൂട് തുടങ്ങിയതുകൊണ്ട് പൂക്കൾ നേരിയ തോതിൽ വാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം.
നമ്മ അവിടെ പോയി കളിക്കാം. ആ ഇതില്ലേ എനിക്ക് തൂങ്ങാനുള്ള ഭാഗമുണ്ട്. എനിക്ക് കറക്റ്റ് ആക്കി എനിക്ക് കറക്റ്റ് ആക്കി അതിന്റെ മേലെ കയറിയാലോ. മരത്തിന്റെ ചോട്ടിലൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ? തണുപ്പ് കാലത്ത് മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പ്രത്യേക രസമാണ്. മഞ്ഞ നിറത്തിലുള്ള ഇലകൾ ഇങ്ങനെ വീണെടുക്കുന്നത്. കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിൾ റൈഡിൽ കണ്ടോ? കുറെ കുട്ടികൾ സൈക്കിൾ റൈഡിലാണ്. കുട്ടികൾ സൈക്കിൾ റൈഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ഊഞ്ഞാലുകൾ, കളിക്കാനുള്ള ഫ്ലൈയിങ് സ്ട്രക്ചറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കയറി നടക്കാനും തൂങ്ങാനും ആടാനും ചാടാനും പിഴിഞ്ഞിറങ്ങാനൊക്കെ ഉള്ള. സൗദി അറേബ്യയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് അൽ ഖബാർ മുനിസിപ്പാലിറ്റി. നറഫൻ മുകളിൽ കയറിക്കോ, കയറിട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ ഊഞ്ഞാലാട്ടണോ? ഊഞ്ഞാലാട്ടണോ? റഹ്മാൻ വാ വാ. നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പെയ്ഡ് പാർക്കുകളിലാണ് ഇതേപോലെ സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇതേപോലുള്ള മനോഹരമായ പാർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ടൈം എൻജോയ് ചെയ്യാൻ പാർക്കുകൾ മനോഹരമായി നനച്ച് നട്ട് വളർത്തി നിലനിർത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വന്തം ആടിയൊക്കെ ഓളൊക്കെ സ്വന്തം ആടിനെ കണ്ടല്ലോ റഫ. കുട്ടികൾ അടിപൊളി എൻജോയ്മെന്റിലാണെന്ന് തോന്നുന്നു. കുറേ ഫാമിലികൾ ഇവിടെ സമയം എൻജോയ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഖബാർ സിറ്റിയാണ് കാണുന്നത് വലതുവശത്ത്. റോഡിലൊക്കെ വാഹനങ്ങളുടെ തിരക്കാണ്. മടുത്തോ?
ആ ഓൾക്ക് മുട്ടായി വേണം. ചെറിയ തെരുവ് കച്ചവടക്കാരുണ്ട്. അതൊരു റൗണ്ട് സിറ്റിയിലുള്ള ഹൈവേക്ക് അടുത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത്. ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ ആളുകൾ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വലിയ പള്ളിയുണ്ട് പാർക്കിനടുത്ത് തന്നെ. റമദ ഹോട്ടൽ പാർക്കിൻ്റെ അടുത്താണുള്ളത്. പിന്നെ ഒരുപാട് ഈന്തപ്പനകൾ, ആളുകളിങ്ങനെ ഇരുന്ന് കഥ പറയുന്നത് കാണാൻ. കുട്ടികൾക്ക് വേറെ കമ്പനി കിട്ടിയിട്ടുണ്ട് കളിക്കാനും തോന്നുന്നു. അറ്റം വരെ പോവോ? ചവിട്ടാതെ പോണം. അടിപൊളിയാ. ആ മറ്റേ കൈ നീട്ട്. ആ റഫാണ് നോക്കിയാ പിടി. എന്നിട്ട് മറ്റേ കൈ അങ്ങനെ പിടിക്കുക. അങ്ങനെ അങ്ങനെ കയറ്. പിടിച്ചൂടെ? പിടിച്ചു നോങ്ങ അങ്ങനെ. ഇനി മറ്റേ നമുക്ക് പിടി. നിസ്കരിക്കാനുള്ള പള്ളിയാണ് മുന്നേ കാണുന്നത്. പള്ളി ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ പാർക്കിനുള്ളില്. ഇഷ്ടംപോലെ ഈന്തപ്പനകളുണ്ട്. ഇത്രയും ഉണങ്ങി ക്രംബിൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഇലമെന്നാണ്. ഈ മരത്തുമെന്നാണ് വരുന്നത്. കുറെ ആളുകൾ സൈക്കിൾ ഓട്ടാനും എല്ലാത്തിനും വരുന്നുണ്ട്. അതിനുള്ള സ്പേസും എല്ലാം ഇതിങ്ങനെ കല്ലിട്ട് വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. വേണമെങ്കിൽ നിസ്കരിക്കാം. ഇവിടെ നിസ്കരിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. പക്ഷെ അവിടെ കൂടെ സൈക്കിൾ ഓട്ടാൻ പറ്റില്ല. കുറെ പൂച്ചകളൊക്കെ അങ്ങനെ എന്തൊക്കെ ഇവിടെ കാണുന്നൊക്കെ പറ. അപ്പൊ ഇന്ന് നമ്മളില്ല ഒരു പാർക്കിലാണ്. നമുക്കാണ് അവിടെ കുറെ പാർക്കുകൾ. ഇവിടെ പാർക്കുണ്ട്. പിന്നെ ഇവിടെ സ്ഥലമുണ്ട്. അത് അവിടെ ഒരു ലോട്ടസ് പോലെയൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ കുറെ മരങ്ങളുണ്ട്. ഈന്തപ്പനന്റെ
അതുകൊണ്ടിപ്പോ കുറെ ഫുഡിന്റെ സാധനങ്ങളും ഫുഡിന്റെ സ്ഥലം പിന്നെ പല വണ്ടിന്റെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അവിടെ കാണുന്നു. വേറെ എന്തൊക്കെ കാണുന്നത്? വേറെന്തൊക്കെ വെച്ചാൽ ഇവിടുത്തെ പുല്ലുകള്, പിന്നെ ആൾക്കാർ നടക്കുന്നുണ്ട്, കുറെ ആൾക്കാരുടെ സൈക്കിൾ ഓട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് നിസ്കരിക്കാനുള്ള സ്ഥലം, എന്നിട്ട് വലിയൊരു ഡിസൈൻ ചെയ്ത് വെച്ച നല്ല ഡിസൈനിൽ ഉണ്ടാക്കി വെച്ചൊരു ഇത്. പിന്നെ ഇവിടെ ഈന്തപ്പനങ്ങളുണ്ട്. അതാ ആ സാധനം അതുണ്ട്. പിന്നെ ബാത്റൂമുണ്ട്. ഇവിടെ ഈന്തപ്പനങ്ങളുണ്ട്. പിന്നെ കുറെ മരങ്ങളും കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ സൈക്കിൾ ഓട്ടുന്ന കുട്ടികളുണ്ട്. എന്താ കണ്ണ് കണ്ണ് ഇവിടെ ക്രിക്കറ്റ് പാർക്കിന് കളിക്കാനാവുന്നുണ്ട്. കുറെ ആൾക്കാർ ഈ പാർക്ക് ഇഷ്ടപ്പെട്ടോ? പാർക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ ഓക്കെ. പാർക്കിൽ എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് പാർക്കിൽ ഇഷ്ടപ്പെട്ട്. പിന്നെ പിന്നെ പാർക്കിൽ കാണാൻ വലിയ ഗുഹല്ലേ, അവിടെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ടായിനി. പിന്നെ പിന്നെന്തൊക്കെ ഇഷ്ടം പറ. അല്ലേ പറയ് പറയ് പറയ്. പിന്നെന്തൊക്കെ ഇഷ്ടപ്പെട്ടെ? സൈക്കിൾ ഓടുന്നു. ഇവിടെ ഓരോരോ അടയാളങ്ങളുണ്ട്. ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. ആളുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. കുറെ സാധനങ്ങൾ. അതാ എന്താ വെക്കുന്നത്? ആളുകൾ എന്താ വിൽക്കുന്നത്? ആളുകള് ഇപ്പൊക്കെ മിഠായി, കുട്ടികൾക്കുള്ള ടോയ്സ്, സൈക്കിള് അങ്ങനത്തെ. ഈ പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? എനിക്ക് പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തൂങ്ങണ സാധനം ഇഷ്ടപ്പെട്ടു. ആ തൂങ്ങണ മങ്കി ജംപ്സ് ഇല്ലേ, അതാണ് എനിക്ക് ഇഷ്ടം. എന്റെ കയ്യിൽ നല്ല സുഖമുണ്ട്. ഓക്കെ ഓക്കെ.